കോതമംഗലത്ത് നിന്നും ഡൽഹിയിലേക്ക് വ്യാപാര സമരത്തിന് പോകുന്നവർക്ക് ഊഷ്മളമായ യാത്രയയപ്പ്. വ്യാപാരികൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി പാർലമെന്റ് മാർച്ച് നടത്തുന്നത്. യാത്രയയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഏരിയ പ്രസിഡന്റ് MU അഷ്റഫ് നിർവഹിച്ചു. കോതമംഗലം നെല്ലിക്കുഴി വ്യാപാരികൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാൻ പോകുന്നവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. നെല്ലിക്കുഴിയിൽ വെച്ച് നടന്ന യോഗം ഏരിയ പ്രസിഡന്റ് MU അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം PH ഷിയാസ്, നെല്ലിക്കുഴി യൂണിറ്റ് സെക്രട്ടറി NB യൂസഫ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. CE നാസർ, KK ബഷീർ, MU റഫീഖ്, സുരേഷ് PV, ഹംസ KA, KM കോയാൻ, പോൾ PG എന്നിവർ സംസാരിച്ചു. 13-ാം തീയതി നടക്കുന്ന പാർലമെന്റ് മാർച്ചിലേക്ക് നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട സഖാക്കൾ ഡൽഹിക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 5, 10, 15 പേരൊക്കെ പോയിരുന്നതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ കാണുന്നത് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളം എന്നൊരു വാക്ക് പോലും ഇല്ലാത്തൊരു സുവിശേഷം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നിലപാടിനെ എല്ലാം നമുക്ക് കേന്ദ്ര ബഡ്ജറ്റിലൂടെ ഈ വ്യാപാരി കുത്തക കോർപ്പറേറ്റുകളെ ഇങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം, പാവപ്പെട്ട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ 14 മുദ്രാവാക്യവും പാർലമെന്റിൽ ഉന്നയിക്കുമ്പോൾ ഇതിന് നമുക്കൊരു പരിഹാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടു കൂടി ഈ സമരവാഴ്ചമാരെ ഊഷ്മമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നെല്ലിക്കുഴി നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. ഇപ്പൊ ഈ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ആ ബഡ്ജറ്റിൽ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ദുരന്തം നമുക്കറിയാം, വയനാട്ടിൽ മുണ്ടക്കെ അതുപോലെ ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളിൽ വന്നിട്ടുള്ള സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഇവിടെ വന്ന് പോയതല്ലാതെ ഒരാനുകൂല്യവും നാളെ വരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ബഡ്ജറ്റിൽ പോലും 10 പൈസ നീക്കി വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ മാസം 13-ാം തീയതി മുതൽ 25-ാം തീയതി വരെ സംസ്ഥാന സർക്കാരിനോട് വിവിധതരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംസ്ഥാന ജാഥ വ്യാപാരികളുടെ നേതൃത്വത്തിൽ കടന്നുപോയിരുന്നു. വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി US ബിജു നേതൃത്വം വഹിച്ച ജാഥ വിരോചിതമായ വലിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പെരുമ്പാവൂർ കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെയും പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിലെയും തിരുവാതിര തൈപ്പൂയ മഹോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 വരെ ആഘോഷിക്കുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഭസ്മാഭിഷേകവും മറ്റ് വഴിപാടുകളും ഭക്തർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്.